ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അനാസ്ഥ വലിയ അനാസ്ഥയാണ്. വനം വകുപ്പ് മന്ത്രി വയനാട്ടിൽ വരണം. സത്യത്തിൽ കടുവയെ വെടിവെച്ചു കൊല്ലുന്നത് മാത്രം പരിഹാരമാവില്ല. കൃത്യമായിട്ട് കടുവകളെ ആനകളെയും നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ എന്താണോ സംവിധാനം അത് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ കടുവന നാട്ടിലേക്ക് ഇറങ്ങുന്ന കടുവന വെടിവെച്ചേ കൊന്നിട്ടേ വിട്ടു. എന്തിനും ആനയാലും ശരി കടുവായാലും ശരി കൊന്നിട്ടേ കാര്യമില്ല. ഞങ്ങൾക്ക് ഫോറസ്റ്റിൽ പോയിട്ട് ഉപദ്രവിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നാട്ടിലിറങ്ങിയാൽ അവനെ ഏതിനെയും വെടിവെച്ച് വരണം. ഒരു പാവപ്പെട്ട ഒരു തൊഴിലാളി കാപ്പി പറിക്കാനായിട്ട് പോയ സമയത്ത് കടുവ പിടിച്ചു കൊന്നിരിക്കുകയാണ്. അത് തികച്ചും നിർഭാഗ്യകരമായ കാര്യമാണ്. ആ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അതിനുപരിയായിട്ട് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം. ഏതായാലും ഇപ്പം നരഭോജിയായ കടുവയെ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. അത്രത്തോളം നല്ലതായി കാണുന്നു. ഇത്തരം നരഭോജികളായിട്ടുള്ള കടുവകളെ മൃഗങ്ങളെയും വെടിവെച്ച് കൊല്ലുന്നതിനുള്ള നടപടി സ്വീകരിക്കാത്ത അതിന് ഉത്തരവിറങ്ങാത്തതാണ് ഇതിന് ഇത്രയും വലിയ പ്രതിഷേധത്തിന് ഇവിടെ കാരണമായത്. ഈ അവസ്ഥ ഞങ്ങൾ ആദ്യം മുൻകൂട്ടി കണ്ടിട്ട് 3 മാസം മുമ്പ് മാനന്തവാടി DFO ഓഫീസിൽ ഒരു സെമിനാർ ഈ വന്യമൃഗ ശല്യത്തിനെ കുറിച്ചുള്ള സെമിനാർ നടത്തിയപ്പോൾ അതിൽ പങ്കെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തറിയോ, ഈ ഫോറസ്റ്റിന്റെ ചുറ്റുവട്ടത്തിൽ കൈവശക്കാരെ അതിലോട് ചേർന്നിട്ട് അടിക്കാട് വെട്ടി ഫെൻസിങ് ഇടണം. രാവിലെ സ്കൂളുകളിലും മദ്രസകളിലും കൂലിപ്പണിക്കും പോകുന്ന ആളുകളാണ്. ഇത് എപ്പോഴും അപകടം സാധിക്കാണ്. മൃഗത്തിനെ ശാശ്വത പരിഹാരത്തിന്റെ തീരുമാനമായെങ്കിൽ മാത്രമേ വിട്ടുകൊടുക്കുള്ളൂ. പിന്നെ കാട്ടുപോത്ത്, ആനകള്, ഇപ്പൊ കടുവ, ഇതിന് ഒരു കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവരുടെ കൗൺസിലർ അടക്കം ഞങ്ങൾ പോയി അപേക്ഷ കൊടുത്തു. DFOനോട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. ഫെൻസിങ് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് അടിക്കാട് കാട് ഇങ്ങനെ ഇറങ്ങി വന്ന് നാട് കയ്യേറിക്കൊണ്ടിരിക്കുക. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അപേക്ഷകൾ കൊടുത്തു. അതിന് എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാകണം എന്ന് പറഞ്ഞു. ഒരു തീരുമാനം ഉണ്ടായില്ല. ഈ തീരുമാനങ്ങൾ അന്ന് ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ ഈ ഒരു അനർത്ഥം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു.